ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും നൂറുകണക്കിന് ലോഡ് മണ്ണ് എടുത്തു മാറ്റിയതോടെ അപകടാവസ്ഥയിലായി ഉയരമുള്ള സ്ഥലത്തെ 6ഓളം വീടുകൾ. തലശ്ശേരി നഗരസഭയിലെ 1-ാം വാർഡിലാണ് വീടുകൾ അപകടാവസ്ഥയിലുള്ളത്. ഇതിനെങ്ങനെ പരിഹാരം കാണുമെന്ന് അധികൃതരാരും അന്വേഷിച്ചിട്ടുമില്ല. അങ്ങനെ താഴ്ചയിൽ മണ്ണെടുത്താൽ സമീപത്തെ വീടുകൾ അപകട മുനമ്പിലാവുമെന്ന് ഏത് കണ്ണുപൊട്ടനും അറിയാം. ആഴത്തിൽ മണ്ണെടുത്തതിൽ സമീപത്തെ ഉയരമുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 6ഓളം വീടുകളാണ് അപകടാവസ്ഥയിലുള്ളത്. മണ്ണയാട് ചിറമൽ റോഡിന് സമീപത്തെ പുനത്തിൽ കെ അമീറിന്റെ വീട് ഉൾപ്പെടെ 6 വീട്ടുകാരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ഇവരുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്നതിന് താഴെയാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമുള്ളത്. 1 വർഷം മുമ്പ് 100 കണക്കിന് ലോഡ് മണ്ണ് ഇവിടെ നീക്കം ചെയ്തതോടെയാണ് ഈ സ്ഥലത്തിന് മുകളിലത്തെ വീടുകൾ അപകട ഭീഷണി നേരിടുന്നത്. മണ്ണിടിഞ്ഞാൽ വീടുകളും തകരുന്ന അവസ്ഥയാണ്. ഇത് സംബന്ധിച്ച് സമീപവാസികൾ തലശ്ശേരി വില്ലേജ് ഓഫീസർ, സബ് കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കനത്ത മഴവെള്ള ഒഴുക്കാണ് ഇവർ സഞ്ചരിക്കുന്ന വഴിയിലും. നിത്യേന ഇവിടുത്തെ കുട്ടികൾ ഊത്തുപള്ളിക്കൂടത്തിൽ പോകുന്നത് ഇതുവഴിയാണ്. എത്രയും പെട്ടെന്ന് അപകടാവസ്ഥയിലായ സ്ഥലത്തിന് ചുറ്റുമതിൽ കെട്ടണമെന്നും വഴി സഞ്ചാരയോഗ്യമാക്കി തരണമെന്നും സമീപത്തെ വീട്ടുകാരനായ അമീർ പറഞ്ഞു. നമ്മൾ ആവശ്യപ്പെടുന്ന ആ വഴിയും ഈ ഘടകവും എത്രയും പെട്ടെന്ന് കെട്ടിത്തരാൻ അത് നമുക്ക് വേണ്ടത്. പൊതുവഴി വർഷങ്ങളാണ് പോയ വഴിയാണ് അതാണ് നമ്മൾ തടസ്സപ്പെടുത്തിയത്. ഇപ്പോൾ വീണ ശേഷം നമ്മൾ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. പിന്നെ എൻ്റെ അല്ല നിങ്ങൾ ബ്രോക്കർ വൈശാഖന ഉത്സാഹന പേര് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ പറയുന്ന കാര്യം അത് ഇതേ ഉണ്ടല്ലോ, കുട്ടികൾ ഇപ്പോൾ സ്കൂൾ തുറക്കാനായില്ലേ, കുട്ടികൾ വഴിയുണ്ട്, പിന്നെ ഈ ഘടകിൻ്റെ ഭിത്തിയും അത് എത്രയും പെട്ടെന്ന് കിട്ടിത്തരാം. 6 വീട്ടുകാരുള്ള വഴി പോകുന്ന സ്ഥലം അതാ. കാട് പിടിച്ചിട്ട് മോന് പിന്നെ പാമ്പ് അടിച്ചിട്ട് 2 സൈസില്ല. അതിൻ്റെ കടലാസ് 2 ഇതാ എൻ്റെ ഹോസ്പിറ്റലിൽ കിടന്ന കടലാസ് 2. അതിന് ഞാൻ ഓനെ വിളിച്ച് എന്നിട്ടും പറയുന്നത് ഞാൻ വരാമെന്നാ. ഓൻ വിളിച്ചാൽ ഇപ്പോൾ ഉടമയാണെങ്കിൽ ഓന് വന്നിട്ട് ഫോൺ എടുക്കണ്ടേ, ഫോൺ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ പിന്നെ കൗൺസിലോട് പറഞ്ഞ് ഇവരോട് പറഞ്ഞ് ആർക്കും ഒരു അനക്കയില്ല. ഇപ്പം നമ്മളെന്ത് ചെയ്യും? പരാതി ഒന്ന് വില്ലേജ് ഓഫീസിൽ കൊടുത്ത് പിന്നെ സബ് കളക്ടറിനോട് കൊടുത്ത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.